BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ സർക്കാരിനെയും CPM-നെയും പ്രതിരോധത്തിലാക്കുന്നതാണ് ED നടപടി. കിഫ്ബി ധനസമാഹരണം ലക്ഷ്യമിട്ട് മസാല ബോണ്ട് വഴി സമാഹരിച്ച പണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഫെമ ചട്ടലംഘനം കണ്ടെത്തിയതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിക്ക് ED നോട്ടീസ് എത്തുന്നത്. നോട്ടീസിന് പിന്നിൽ BJP-യുടെ രാഷ്ട്രീയ നീക്കമാണെന്നും കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ വെല്ലുവിളിയെന്നുമാണ് CPM-ന്റെ നിലപാട്. CPM-നെയും മുഖ്യമന്ത്രിയെയും വരുതിയിലാക്കി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് കളമൊരുക്കി കൊടുക്കാനുള്ള തന്ത്രമെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. കുടുംബാംഗങ്ങൾ അന്വേഷണ നിഴലിൽ വന്നിട്ടുണ്ടെങ്കിലും മുഖ്യമന്ത്രിക്ക് ED നേരിട്ട് നോട്ടീസ് അയക്കുന്നത് ഇതാദ്യമായാണ്. അതുകൊണ്ട് തന്നെ പ്രതിരോധിക്കേണ്ട ബാധ്യത പാർട്ടിക്കും സർക്കാരിനുമുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്തെ പതിവ് ED പക എന്നാണ് CPM-ന്റെ വിമർശനം. BJP-യുടെ രാഷ്ട്രീയ കളിയെന്നും പിന്നിൽ കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ വെല്ലുവിളിയെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. അതേസമയം BJP-ക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് കാലത്ത് ED കളിക്കുന്ന രാഷ്ട്രീയ കളിയാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കും പറഞ്ഞു. മസാല ബോണ്ട് പണം ഉപയോഗിച്ച് ഭൂമി വാങ്ങിയിട്ടില്ല എന്ന് തറപ്പിച്ചു പറഞ്ഞ തോമസ് ഐസക്ക് ED-യുടേത് BJP-ക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയ കളിയാണെന്നും കുറ്റപ്പെടുത്തി. മസാല ബോണ്ട് തുക ഉപയോഗിച്ച് ഭൂമി വാങ്ങിയെന്ന പുതിയ ആരോപണം തെറ്റാണെന്നും ഭൂമി ഏറ്റെടുക്കുകയാണ് ചെയ്തതെന്നും അദ്ദേഹം വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് കാലത്ത് മസാല ബോണ്ട് കേസ് കുത്തിപ്പൊക്കിയ ED നടപടി BJP-ക്ക് വേണ്ടിയാണെന്നും തോമസ് ഐസക്ക് ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴുള്ള കലാപരിപാടിയാണ് മസാല ബോണ്ട് കേസ് കുത്തിപ്പൊക്കിയ ED നടപടിയെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ BJP CPM ഡീൽ എന്നാണ് ED നോട്ടീസിൽ കോൺഗ്രസിന്റെ പ്രതികരണം. കിഫ്ബി മസാല ബോണ്ട് ഇടപാടിൽ ഗുരുതരമായ അഴിമതി നടന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. സംസ്ഥാനത്തിന് വലിയ ധനനഷ്ടമുണ്ടായി. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഭയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് നോട്ടീസ് അയക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് മുൻപും നോട്ടീസ് അയച്ചിട്ടുണ്ട്, എന്തായെന്നും VD സതീശൻ ചോദിച്ചു. മസാല ബോണ്ടിൽ കടമെടുത്തത് തെറ്റാണ്. ഇന്ത്യയിലെ രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടുമ്പോൾ ഇവിടെ ഇടയ്ക്കൊരു നോട്ടീസ് അയച്ചു ഭയപ്പെടുത്തുകയാണ്. മുമ്പും സമാന രീതിയിൽ നോട്ടീസ് അയച്ചിട്ട് ഒന്നും സംഭവിച്ചില്ല. മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് അയച്ച നോട്ടീസിനെ കുറിച്ചും യാതൊരു വിവരവുമില്ല. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അയക്കുന്ന നോട്ടീസിൽ CPM ഭയപ്പെടാറുണ്ടെന്നും VD സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രിയെയും CPM-നെയും ഭീഷണിപ്പെടുത്തി വിധേയരാക്കി BJP-യെ ജയിപ്പിക്കാനുള്ള ശ്രമമെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. BJP-യുടെ രാഷ്ട്രീയ കളിയെന്നും പിന്നിൽ കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ വെല്ലുവിളിയാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. നോട്ടീസ് തമാശയെന്നും ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ആസൂത്രിത നീക്കമെന്നുമായിരുന്നു KPCC പ്രസിഡന്റിന്റെ പ്രതികരണം. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ അവസാന ലാപ്പിൽ ED നോട്ടീസും പ്രധാന പ്രചാരണ വിഷയമാകുമെന്ന് ഉറപ്പ്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.